മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, കോപം ഒരിക്കലും മനസ്സിൽ ഇരിക്കരുത്. അത് വാക്കിൽ മാത്രമാകണം. സ്നേഹം വാക്കിൽ മാത്രം ആകരുത്, മനസ്സിലും ഉണ്ടാകണം. ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരുടെ ജീവിതം നിങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്തൊരാളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും തകർന്നു തരിപ്പണമായ ഹൃദയത്തിനും കാരണം നിങ്ങളാണെങ്കിൽ പലിശ സഹിതം തിരിച്ചു പ്രതീക്ഷിച്ചു കൊള്ളുക. അനുഭവിച്ച ആൾ തന്നെ തരണമെന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ഒരവസരം കാത്തുനിൽപ്പുണ്ട്. ഈശ്വര സമക്ഷം ഒഴുക്കിയ കണ്ണുനീരിന് വിലയില്ലാതെ പൂവില്ല. തുടക്കത്തിലെ സ്നേഹവും ആവേശവും കണ്ട് ആരെയും പ്രിയപ്പെട്ടവരാക്കാൻ നിൽക്കാതിരിക്കുക. ഭക്തരെ, നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. ജീവിതത്തിൽ ആരെയും സ്നേഹം കൊടുത്തു മാത്രം ചതിക്കരുത്. ഭക്തരെ, യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ ജയിച്ചിട്ടുള്ളൂ. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് മനുഷ്യനെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചു കൊണ്ടേയിരിക്കും. മനുഷ്യജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നിങ്ങൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്മാറരുത്. നിങ്ങളുടെ പരാജയം കാത്തിരിക്കുന്നവർ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ അവരെ എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചാലും ചിലർക്ക് ആ സ്നേഹം മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഭക്തരെ, മറ്റുള്ളവരെ പോലെ ആകുക എന്നതല്ല, നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നിങ്ങൾക്ക് ലക്ഷ്യമാവേണ്ടത്. ഒരു ഇരുമ്പ് ദണ്ഡിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരായുധമായി മാറുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നിങ്ങളുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കുക. സത്യം എന്തെന്ന് അറിയാതെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. ഭക്തരെ, നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നിടത്തോളം കാലം സമാധാനം നിങ്ങളുടെ കൂടെയുണ്ടാകും. ഭക്തരെ, എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ, പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക. എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക. മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത്. ഒരുമിച്ച് നടന്നപ്പോൾ എന്തു നേടി എന്നല്ല, തനിച്ച് നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ല എന്ന തിരിച്ചറിവാണ് ജീവിതം. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. ഭക്തരെ, കുറച്ച് സന്തോഷിച്ചാൽ ഒത്തിരി സങ്കടപ്പെടേണ്ടി വരുമെന്ന് കരുതി സന്തോഷിക്കാതിരുന്നാൽ ജീവിതത്തിൽ സങ്കടപ്പെടുവാൻ മാത്രമേ സമയമുണ്ടാകൂ. അഭിനയിക്കാതെ സ്നേഹിക്കുക. ആശ്രയിക്കാതെ ജീവിക്കുക. പ്രതിരോധിക്കാതെ കേൾക്കുക. അപമാനിക്കാതെ സംസാരിക്കുക. ഭക്തരെ, കൂടെയുള്ളവരെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി മാറുന്നു. ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ലവനല്ല എന്നല്ല, നിങ്ങളിനിയും ജീവിതത്തിൽ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല എന്നതാണ്. സഹായം ചോദിക്കുമ്പോഴുള്ള മനോഭാവം ആയിരിക്കില്ല പലർക്കും അത് തിരിച്ചു നൽകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.